ഗൗതം കൃഷ്ണയെ കാണാതായി ഇന്ന് 12 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. തെരച്ചിലുകളൊക്കെ ഊർജിതമായി നടക്കുന്നുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലുകളുണ്ട്. നേവിയുടെയുമൊക്കെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഊർജിതമായി കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ജില്ലാ കളക്ടറുടെ ആനി ജുല തോമസ് മാഡം ഉണ്ട്. നമ്മൾ ഈ സംഭവം 31-ാം തീയതി നടന്ന അന്നു മുതൽ സാധ്യമായ എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. ആ സമയത്തുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തിര ഭയങ്കര ശക്തമായിരുന്നു, കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ആ സമയത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റായിട്ട് ചെയ്തേക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ലോഞ്ച് ചെയ്യാനായിട്ട്, അല്ല ലാൻഡിങ് ചെയ്തിട്ട്, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. കൊച്ചിയിൽ നിന്ന് അത് ലോഡ് ചെയ്ത് വന്നു കഴിയുമ്പം ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ ഫ്യൂവൽ എക്സോസ്റ്റഡ് ആകും. അപ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. എന്നാൽ ഒരു കണ്ടിന്യൂറ്റി ഈ സെർച്ചിൽ വേണം എന്നുള്ള കുടുംബത്തിൻ്റെ തന്നെ ആവശ്യം പരിഗണിച്ച് നമ്മൾ അവരോട് ഒരു ലാൻഡിങ്ങിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പോൾ ആശ്രമം ഗ്രൗണ്ടിലും ഒപ്പം അമൃതാനന്ദമയുടെ മഠത്തിലുള്ള ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഹെലിപ്പാഡ് റെഡിയാക്കി തന്നത്. അപ്പം കഴിഞ്ഞ മിനിഞ്ഞാന്ന് വന്നിട്ട് അവരതിൻ്റെ ഒഫീഷ്യൽസ് വന്നിട്ട് ഇതിൻ്റെ ഒരു സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അവർ തിരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് കുറച്ച് അതായത് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു SOP ഉണ്ട്, അതനുസരിച്ചുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ ബോംബെ ഓഫീസിൽ നിന്നാണ് അതിൻ്റെ കൺഫർമേഷൻ വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതും നടക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരും ഗൗതം കൃഷ്ണയുടെ മാതാവും ഒക്കെ പറഞ്ഞത് കളക്ടർ മാഡം കൂടെ ഉണ്ടായിരുന്നു, ഒപ്പമുണ്ടായിരുന്നു, എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കും, വിവരങ്ങളൊക്കെ ഒരു കരുത്തായിട്ടാണ് കളക്ടർ ഉണ്ടായിരുന്നതാണ് പറയാൻ സാധിച്ചത്. ഒരു വീട്ടിലെ 3 അംഗങ്ങൾ, അച്ഛന്, മരുമകന്, കൊച്ചുമകന് നഷ്ടപ്പെടുക, അത് ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു നഷ്ടമല്ല. എന്നാൽ ആ കുടുംബം അത് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ആണ് ആദ്യം മുതലേ കൊടുത്തത്. ഞാനെന്ന വ്യക്തിക്കല്ല ഇവിടെ പ്രസക്തിയുള്ള ഈ സംവിധാനം മുഴുവൻ, നമ്മുടെ പോലീസ്, നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റർ, ചീഫ് സെക്രട്ടറി, ഒപ്പം നമ്മുടെ സെൻട്രൽ പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള സുരേഷ് ഗോപി സാറ്, എല്ലാവരുടെയും ഒരു ഇടപെടലും. ഈ രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെയാണ് പലരെയും വിളിക്കുന്നത്. ആ സമയത്തൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യുകയും, അപ്പോൾ നേവി ഓഫീസേഴ്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അവരാണ് നമുക്ക് ATF, കാരണം നമ്മുടെ സാധാരണ ഡീസലും പെട്രോളും ഒന്നുമില്ല, ATF തന്നെ തരണം. അവർ 3 ദിവസമായിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഗൗതമിൻ്റെ അമ്മയോട് എനിക്കൊരു 4 പ്രാവശ്യം ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയി അമ്മയും ഗ്രാൻഡ് മദറിനെയും കണ്ടിരുന്നു. അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് അറിയാം അവരുടെ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കുക എന്നൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെന്തൊക്കെ ആവശ്യം ഈ സെർച്ചുമായി ബന്ധപ്പെട്ട് വെച്ചിരുന്നു അതെല്ലാം തന്നെ നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയം മറന്നുള്ള ഒരു കൂട്ടായുള്ള ഒരു പ്രവർത്തനവുമാണ് ഈ തെരച്ചിലിന് വേണ്ടി സാധ്യമാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജു മോഹൻ CS ബി ശ്രീകുമാർ.